നമ്മുടെ പൊന്നുമക്കൾക്ക് നമ്മൾ നൽകുന്നത് നല്ല ഒരു ഓർമ്മയാണ്. ഇതിലൂടെ ഒരു ചെറിയ സമ്പത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബാക്കി ഇന്നൊരു ചെറിയ തുക കൂടെ കയറ്റി കൂടുതലായിട്ടുണ്ട്, അതെല്ലാം മുത്തവല്ലിമാരിട്ട് പരിഹരിച്ചോളും, നമ്മുടെ സഹോദരങ്ങളെല്ലാം കൊടുത്ത് പരിഹരിച്ചോളും. അൽഹംദുലില്ലാഹ് നല്ല ഒരു ഓർമ്മ നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മൾ നൽകുകയാണ്. ഓർക്കുന്നു, പഴയ കാലത്ത് നമ്മളൊക്കെ തറാവീഹിന് പോയ രംഗമെന്ന് ഓർക്കും. ഇവിടെ ഇപ്പോഴും ഈ ഹൗദിൽ വെള്ളം കോരിയ ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയകാല ചരിത്രം ഞാൻ ഈ പ്രായമുള്ള ഉപ്പമാരോട് ഈ പള്ളിയുടെ ചരിത്രം എപ്പോഴും ചോദിക്കും. അങ്ങനെ വെള്ളം കോരി ചരിത്രം, ഈ കിണറ്റിന്ന് വെള്ളം കോരി ഇങ്ങനെ ഹൗദിലേക്ക് ഒഴിക്കാൻ വേണ്ടി എത്രയോ കേട്ടു പടച്ചോനെ. ആ രംഗമൊക്കെ ഓർക്കുമ്പോൾ അന്നത്തെ ത്യാഗം. ഇന്നും ആ മഹത്തുക്കൾ മണ്ണറയിലുള്ള ധാരാളം പേരുണ്ട്, മരിച്ചുപോയവരുണ്ട്. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. ആ ചരിത്രം അറിയുന്ന ഏറ്റവും സെറ്റ് അറിയുന്ന പലരും ഇന്ന് ഈ പള്ളിയിൽ ഇപ്പോഴും ഉണ്ട്, തറാവീഹ് ഉൾപ്പെടെയുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അന്നത്തെ തറാവീഹിനൊക്കെ വരുമ്പോൾ നല്ലൊരു മെമ്മറബിൾ, നല്ലൊരു ഓർമ്മ. ഇന്നും നമ്മുടെ പഴയ തറാവീഹിന്റെ രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഇന്നും അൽഹംദുലില്ലാഹ് വിനീതൻ തറാവീഹിന് പോകുമ്പോൾ ആ ഒരു പോയൊരു രംഗം നമ്മുടെ കയ്യിൽ ഇപ്പോഴും സത്യം പറഞ്ഞ തറാവീഹ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ചെറിയ ചീരണി മനസ്സിൽ കരുതിയിട്ടാണ് 2 കിലോമീറ്ററോളം ഇലനിക്കാവ് അമ്പലത്തിന്റെ കാവിന്റെ ഇടയിലൂടെ നടന്നൊരു കൊച്ചുകുട്ടിയായ അന്ന് ഞാൻ തറാവീഹിന് വേണ്ടി പോകുമ്പോൾ ഈ ഒരു അവില് പ്രതീക്ഷിച്ചിട്ടാണ്. മനസ്സങ്ങനെയാണ്, കുട്ടിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഖവി ഉസ്താദ് 2 തറാവീഹിന്റെ 20 റക്അത്തിൽ ഓതുന്നത് സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓരോ ഭാഗം ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഓതുന്നത്. പെട്ടെന്ന് തറാവീഹ് തീരുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത്രയും നടന്നു വന്ന അവസാന ഘട്ടമൊക്കെയാണ് വന്ന് പറ്റുന്നത്. ഈ അബിലും ചാലായും പാപ്പ അള്ളാഹുവെ ഖബറിനെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ രംഗം മനസ്സിന്ന് പോകണില്ല. ആ വാങ്ങിയ പൊതിയും പിടിച്ചുകൊണ്ട് ആ ഇരുട്ടത്ത് 2 കിലോമീറ്ററോളം വീട്ടിൽ നടന്ന്, അന്ന് സൈക്കിളില്ല, വാഹനങ്ങൾ വേറെ ഒന്നുമില്ല, നടന്നങ്ങനെ പോകുന്ന ആ രംഗം ഓർക്കുകയാണ്. നമുക്ക് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഖവി ഉസ്താദ്, ആ ഉസ്താദ് തന്നെ ഇന്നും കുണ്ട്ര തൃപ്തിരഴികം ജുമാപ്പള്ളിയിലെ ഖത്തീബായിട്ട് ഇന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അന്ന് ആ ഓർമ്മ നമുക്ക് നൽകിയവരാരൊക്കെയാണ്, അതിലേക്ക് സമ്പത്ത് ചിലവാക്കിയവരാണ്. ഇന്നും നല്ലൊരു ഓർമ്മയാണ്. ഇപ്പോഴും നമ്മളെല്ലാം ദുആ ചെയ്തില്ലേ അവർക്ക് വേണ്ടി? ഇതുപോലെ നമുക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ കുരുന്ന് മക്കൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് കേക്ക് തിന്നാൻ വലിയ കൊതിയൊന്നുമില്ല, മധുരം പലർക്കും ഇഷ്ടമല്ല, ഡയബറ്റിക് പിടിച്ചിട്ട് പലർക്കും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഈ കുരുന്ന് മക്കളെ സന്തോഷിപ്പിക്കാനാണ് ഈ തറാവീഹിന് ശേഷം ഇൻഷാ അല്ലാഹ്. ഈ ഉപ്പമാരിത് മാറ്റിക്കൊണ്ട് പോകണം എവിടെ അറിയാം? അപ്പോഴും തിന്നൂല, പലരും തിന്നൂല. അതിങ്ങനെ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പേരമക്കൾക്ക് കൊടുക്കാനാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ടൊന്ന് കൂടണം. പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം കഴിയുമ്പോൾ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കണം. ഇന്ന് നൽകിയവർക്കും ഈ തുടർന്ന് ഇതുവരെ നൽകിയവർക്കും നൽകാൻ കരുതിയിരിക്കുന്നവർക്കും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സഹകരിക്കാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു എല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു യുദ്ധക്കെടുതികളിൽ നിന്ന് അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങളെയും സമാധാനം നൽകട്ടെ, സലാമത്തിന് നസീബാക്കുമാറാകട്ടെ. ഒരു വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയോരെ, പരലോകത്ത് വേൾഡ് കോർട്ടിൽ മഹ്ശറിൽ വരുന്ന സമയത്ത് ആ സമയം ഓരോരുത്തരുടെ അവസ്ഥ ഒന്ന് വിവരിക്കാമോ? നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അരുളി, ആയിഷ, ഓരോരുത്തരും ചേലാക്രമം ചെയ്യപ്പെടാത്ത നിലയിൽ തന്നെ ഇന്ന് പിറന്ന കുഞ്ഞിനെ പോലെ അവർ നഗ്നരായിരിക്കും. വല്ലാതെ വിയർത്ത് കുളിക്കുന്നുണ്ടാവും അവര്. വല്ലാത്ത വെപ്രാളത്തിൽ സൂര്യൻ തലയ്ക്ക് മേലെ ഉയർന്നു നിൽക്കും. വല്ലാതെ ചൂടുകൊണ്ട് പൊരിവെയിലത്ത് കഷ്ടപ്പെട്ട് ചുട്ടുപഴുത്ത ആ തറയിൽ വിഷമമനുഭവിച്ചു വരുന്നൊരു രംഗമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ മുത്തിനോട് ചോദിച്ചു, പ്രവാചകരെ, നബിയോരെ, ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത പോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഔറത്തുകളിലേക്ക് നോക്കൂലേ? നഗ്നരാണല്ലോ, അത് പെട്ടെന്ന് നോക്കിപ്പോകൂലേ ആ രംഗം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, അവിടെയുള്ള മനസ്സ്, അവിടെയുള്ള ചിന്ത വിവരിക്കാൻ പറ്റൂല. വല്ലാതെ പേടിച്ച് അരണ്ട് ഭയപ്പെട്ട് സ്വന്തം കാര്യമല്ലാതെ ഒരു ചിന്തയുമില്ലാത്ത ഒരു സമയമാണ് ആയിഷ. ആരും ആരുടെയും ഔറത്തിലേക്ക് കൊതിയോടെ നോക്കാൻ കൂടി സമ്മതിക്കില്ല, പറ്റില്ല ആയിഷ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിന്റെ വിചാരണ വേളയിലെ കഠിനമായ ലജ്ജയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ലജ്ജയാണ്. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് ആ സമയത്ത് സ്വന്തമെന്ന് ഇന്ന് പറഞ്ഞിട്ട് എല്ലാ സമയത്തും ഒരു ഹസദിന്റെ അംശം പോലുമില്ലാതെ നമുക്ക് വേണ്ടി ദുആ ഇറക്കുന്ന, ഭാര്യയെ വിട്ട് ഓടിപ്പോകുന്ന മുഅ്മിനീങ്ങൾ,
പരലോകത്ത് പേടിച്ച് അരണ്ടു ഓടി മാറുന്നു അവർ. അവരുടെ സഹോദരങ്ങളെ തല്ലി മാറ്റി ഓടുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, ഇന്ന് ഒരല്പസമയമൊന്ന് താമസിച്ചാൽ ഒരു 10,000 തവണ ഫോൺ വിളിക്കുന്ന നമ്മുടെ പെണ്ണിനെ കളഞ്ഞിട്ട് ഓടുന്നു. മക്കള് വേണ്ട, ആരെയും വേണ്ട, തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. ഉമ്മ വേണ്ട, വാപ്പ വേണ്ട. ആ സമയത്തിന്റെ അവസ്ഥ ഖുർആൻ പറയുന്നു, അവന്റെ സ്വന്തത്തിനെ കുറിച്ച് മാത്രമായിരിക്കും ആ സമയം അവന്റെ ചിന്ത. വേറെ ഒരു ചിന്തയുമില്ലാതെ ഓടും. വല്ലാതെ മുഖം കറുത്തു കൈവാണിച്ചു പോയവർ മഹ്ശറിൽ വരും. വെളുത്തവരുണ്ടാകും, ദുഃഖഭാരത്താൽ തലകുനിക്കുന്നവരുണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുത്തഫഖുൻ അലൈഹി ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഠിനമായ പാപം പേറി വന്നവന്റെ അവസ്ഥയാണിതെങ്കിൽ മുഅ്മിനിന്റെ അവസ്ഥയിൽ തന്നെ നോക്കണം. ആദരവായ പ്രവാചകൻ തങ്ങൾ പറയുന്നു, മഹ്ശറിലേക്ക് അവൻ വരുന്ന വേളയിൽ വല്ലാണ്ട് ലജ്ജ കൊണ്ട് തലകുലിച്ചിട്ടുണ്ടാകും. ചെയ്തു കൂട്ടിയ ചെറിയ കാര്യങ്ങൾ പോലും വെളിവാക്കുമ്പോൾ ആത്മീയ പ്രയാസം കൊണ്ട് അവനത് വലുതായി തോന്നുന്നതാണ്. ആത്മീയത ശക്തമാണ് അവന്റെ, പക്ഷേ അവന് വല്ലാതെ വലുതായിട്ട് ആ ചെറുപാപങ്ങൾ തോന്നുമ്പോ അവന്റെ റബ്ബ് അവന്റെ അടുക്കലേക്ക് വരും. നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അവന്റെ അടുക്കലേക്ക് വരും. അവനിങ്ങനെ ചുറ്റും നോക്കും. എന്നിപ്പോ ഹിസാബ് ചെയ്യണത് എല്ലാവരും കാണുന്നുണ്ടല്ലോ റബ്ബേ, എല്ലാവരും എന്റെ ഈ ചെറിയ തെറ്റ്, പഴുതില്ലാത്തടുത്ത് സർവ്വ പഴുതുമടച്ച് ചെയ്തു കൂട്ടിയ തിന്മകളെ എല്ലാ പഴുതുകളെയും തുറന്ന് കാണുന്ന റബ്ബ്, സർവ്വ പഴുതുകളും തുറന്ന് കാണുന്ന റബ്ബ്. അവനൊരു മറയില്ല. ആ റബ്ബ് സർവ്വതും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവനെ ചേർത്തിട്ട് ചോദിക്കും, നിങ്ങളിൽ ഓരോരുത്തരെയും റബ്ബ് ചേർത്തിട്ട് റബ്ബ് അവനോട് സംസാരിക്കും. അവരുടെ ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ഒന്ന് വിവരിച്ചു കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഹൃദയം വായിക്കും പോലെ മുന്നിൽ നിന്ന് എല്ലാം കണ്ട് റബ്ബ് അവനോട് ചോദിക്കുമ്പോ ഭയപ്പാടോടെ അവൻ വലതുഭാഗത്തേക്ക് നോക്കും. അവൻ ചെയ്ത നന്മകൾ അവനിങ്ങനെ വെളിവായി കാണും. എല്ലാ കൂട്ടുകാരും പ്രിയപ്പെട്ടവരത് നോക്കി നിൽക്കുന്നു. അവൻ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്ത ചെറിയ തിന്മകൾ, ഒരു മുഅ്മിനിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. തിന്മകൾ കാണും. അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ നരകം കാണും. വല്ലാതെ ഭയപ്പെട്ടിട്ട് അവൻ എങ്ങനെ നിൽക്കും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. ആ പരലോകത്തിന്റെ മഹാകോടതിയിലെത്തുമ്പോ ഒരു മോശക്കാരന്റെയും ഒരു മുഅ്മിനിന്റെ അവസ്ഥയാണ്. മുഅ്മിൻ സലാമത്താകുന്നത് എങ്ങനെ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയം റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ റബ്ബ് ആശ്വാസമായിട്ട് അവനോട് ഒരു വാക്ക് പറയും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമുക്ക് ആ ഭാഗ്യം അള്ളാഹു തരട്ടെ. ഈ വിനീതന്റെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പെൺമക്കളുടെ, നിങ്ങളുടെ മക്കളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഖബീഹത്ത്, ഒരു മോശത്തരം ഒന്ന് വെളിവായാൽ നമ്മൾ എന്ത് മനസ്സ് വേദനിച്ചു. ഈ ദുനിയാവിലായിട്ട് കൂടെ വല്ലാതെ നാണം പേറിയിട്ട് തലകുനിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, റബ്ബ് അവനൊരു ആശ്വാസം കൊടുക്കും. മുഅ്മിന് അവനെ അപമാനിക്കൂല. അവനെ രഹസ്യ വിചാരണയ്ക്ക് റബ്ബങ്ങ് മാറ്റും. എന്നിട്ട് അവന്റെ ചുറ്റിനും ഒരു മറയിടും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റബ്ബ് അവനിലേക്ക് ചേർന്ന് നിൽക്കും. ചേർത്ത് നിർത്തിയിട്ട് റബ്ബ് ചോദിക്കും, നീ ഇന്ന ദിവസം ഇന്ന സമയത്ത് ചെയ്ത ഈ തെറ്റ് നീ ഓർക്കണുണ്ടോ? നീ ചെയ്തു കൂട്ടിയത് ഇത് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ട് റബ്ബേ. അവൻ കരയാൻ തുടങ്ങും. ഉണ്ട് റബ്ബേ, എനിക്കെല്ലാം ഓർമ്മയുണ്ട് റബ്ബേ. അള്ളാഹു പറയും, അതെല്ലാം ഞാൻ നിനക്ക് മൂടി വെക്കാം. ഇപ്പൊ ഇതാരും അറിയണ്ട, ഞാൻ നിനക്ക് പുറത്തു നൽകിയിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ പുറത്തു കൊടുത്തിട്ട് അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് വിളിക്കും. അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. അവന്റെ വലത് കൈയിൽ ഗ്രന്ഥം കൊടുക്കും. നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങൾ കിട്ടുന്ന ഒരു വലിയ നിഅമത്താണ് ഇന്നത്തെ തറാവീഹിന്റെ പോരിശ. അതാണ് പാപഭാരമില്ലാതെ നിർഭയത്വത്തോടുകൂടെ മഹ്ശറിലെത്താൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ഇന്നത്തെ തറാവീഹ്. അല്ലാഹു ആ പ്രതിഫലത്തെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ ഞങ്ങളെ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. തഖ്വ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റബ്ബേ. ഞങ്ങൾ മറച്ചു വെച്ചത്, ഞങ്ങൾ മൂടി വെച്ചത്, ഒളിച്ചു വെച്ചത്, രഹസ്യമാക്കിയത്, പരസ്യമാക്കിയത് എല്ലാം നിനക്കൊരു മാപ്പിയുമില്ലല്ലോ റബ്ബേ. എല്ലാം നീ കാണുന്നുണ്ടല്ലോ നാഥ. മാപ്പ് തരണേ റബ്ബേ. ഈ മഗ്ഫിറത്തിന്റെ 10 പാപമോചനത്തിന്റെ 10 നീ ആ തണല് ഞങ്ങൾക്കെല്ലാം നൽകണേ റഹ്മാനെ. പരിശുദ്ധമായി തറാവീഹ് ദിവസത്തിൽ ഭക്ഷണം കുരുന്നു മക്കൾക്ക് കീഴി നൽകിയവർ, ഇന്നത്തെ നോമ്പ് നൽകിയവർ എല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ. ധാരാളം നന്മകൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ഇബാദത്ത് കൊണ്ട് സമ്പത്ത് ചിലവാക്കിയിട്ട് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്.
കെട്ടിക്കിടത്തിയായവർക്ക് നീ അത് തിരികെ നൽകണേ റബ്ബേ. ഇനിയും ധാരാളം നന്മകൾക്ക് പ്രവർത്തിക്കാനുള്ള സമ്പത്താക്കണേ അല്ലാ. റമദാന്റെ റിസൾട്ട് അവർക്ക് കൊടുക്കണേ അല്ലാ. റമദാന്റെ പാപമോചനം നൽകണേ അല്ലാ. റഹ്മത്ത് എട്ടുക്കും അവർക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, അജീനമോട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, അവരുടെ ആണ്ടിന്റെ ദിനമാണ്, അവരുടെയാണ് ഇന്നത്തെ നോമ്പുതുറ. ആ പ്രിയപ്പെട്ട മകൾക്ക് സഹോദരിക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകട്ടെ. റബ്ബ് ഖബൂലാക്കട്ടെ. നാഥനായ തമ്പുരാൻ അവരെ റയ്യാനിന്റെ ഭാവിയിലൂടെ ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി